ഇന്ന് ഒരു ദിവസം വരെ ഞാൻ വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അന്ന് വീട്ടിലായിരുന്നു, ഇന്ന് വന്നിട്ടുള്ളൂ വീട്ടിൽ. അപ്പോൾ ഇന്ന് ഇതാങ്ങളുടെ വീട്ടിലുണ്ടായ ചേഞ്ച് റോസാണിത്. ഇതിൻ്റെ 2 കൊമ്പ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിറഞ്ഞ വീഡിയോ ആണ് ചെയ്യണത്. അതും കുറച്ച് ചെടികളും കൂടി ഇന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ സന്ധ്യ ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സൂര്യൻ്റെ അസ്തമിക്കാറായി. ഇവിടെ ആദ്യം തന്നെ ഇരുട്ടാകും. ഇവിടെ ആദ്യം തന്നെ അസ്തമിക്കണാറിനായി. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കടലാസ് ചെടി ഇവിടെ ഞാൻ നട്ടു വെച്ചിരുന്ന കടലാസ് ചെടി അതും പിരിച്ച് തരണുണ്ട്. അതൊരു ചേച്ചി തന്നതാണ് ഈ കടലാസ് ചെടിയുടെ കൊമ്പ്. അത് ഞാൻ മുറിച്ചൊരു 5 പീസാക്കി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 കൊമ്പും പിടിച്ചത്. അപ്പോൾ അതിന്ന് പിരിച്ച് തടയുന്നു. പക്ഷേ എന്നിട്ട് അതിന് ആദ്യം തന്നെ ഒരു ചട്ടിയിൽ എപ്പോഴും നിറഞ്ഞ പോലെ ഓടും കഷ്ണം ഇട്ടിട്ട് പിന്നെ ചവറ്, ഞാൻ വീട്ടിൽ അടിക്കണ ചവറുണ്ടായിരുന്നല്ലോ, അത് കൂട്ടി ഒരു ചാക്കിൽ വെക്കും. അതിങ്ങനെ കൂട്ടി വെച്ച് ചവറിട്ട് പിന്നെ കുറച്ച് ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് പൊടിഞ്ഞ മണ്ണായിട്ടത് അപ്പോൾ അതും കൂടി ഇട്ടാണ് ഇന്ന് നടന്നത്. വേറെ വളമൊന്നും ഇറങ്ങില്ല. ഇത് നല്ലൊരു വളമാണത്, മണ്ണ് ഇല പൊടിഞ്ഞ മണ്ണ്. അപ്പോൾ ഈ കടലാസ് ചെടി ഇന്ന് എനിക്ക് പിരിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അത് 5ഉം കൂടി നിറച്ച് വേരായിട്ട് നിൽക്കരുത്. ഇത്ര ഇതാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ടോ, വേര് വന്ന് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ. പൂവുണ്ടായി. ഇപ്പോൾ കുറച്ച് നാളായി നട്ടിട്ടേ. എന്നിട്ട് ഇത് ഓരോന്ന് പിരിക്കണം. അനക്കാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ 2-3 ദിവസം കഴിഞ്ഞത് വീഡിയോ ഇടുമ്പോൾ ഇന്ന് പക്ഷേ ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള പൂവായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഇഷ്ടപ്പെട്ടെന്നുള്ള ചെടിക്ക് അതങ്ങനെ പിരിച്ച് വെച്ചത്. ഞാനത് ഇപ്പോൾ ഓരോ ചെടികളും ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും അതിൽ ഇല പൊടിഞ്ഞ ഇത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല പൊടിഞ്ഞ മണ്ണാനെ വീണ്ടും എല്ലാ ചെടിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫേൺ ചെടി ഉണ്ടായിരുന്നു എനിക്കിവിടെ. അതും ഞാനിന്ന് നട്ടു കൊടുക്കുന്നുണ്ട്. അതൊക്കെയും പറിച്ച് നടാറായതാണ്. അപ്പോൾ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യുമല്ലോ. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും വേഗം ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അതും ഇതാണ് ഫേൺ കണ്ട അതും ഇന്ന് പറിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഇവിടെ നട്ടു വെച്ചിരുന്നേ കേട്ടോ. അതും ഒരു ചട്ടിയിലോട്ട് ആക്കണുണ്ട്. പിന്നെ വേറൊരു ഹാങ്ങിങ് പ്ലാന്റും എനിക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അതും ഇന്ന് നിറഞ്ഞിട്ടുണ്ട്. അതും നട്ടു വെക്കുന്നുണ്ട്. അത് നടാനുള്ള മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ചെറിയത് കണ്ട ഇതാണ് അമ്മ തന്ന ഹാങ്ങിങ് പ്ലാന്റ്. എന്താണെന്ന് അറിയില്ല കേട്ടോ എനിക്കിത്. പിന്നെ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതൊരു കുഞ്ഞു പൂവുണ്ടാവും. അതും വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതും ഇന്ന് നട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ചേഞ്ച് റോസിൻ്റെ കൊമ്പാണ് നട്ട് വെച്ചേക്കണത്. കണ്ട 2 കൊമ്പ് നട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇതെല്ലാം നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെടി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയ കവറിലോട്ട് നടാൻ നോക്കണം. അപ്പോൾ അത് നല്ലോണം പിടിക്കുകയും ചെയ്തോളും. നമുക്ക് അപ്പം തന്നെ വലിയ ചട്ടിയിലോട്ടാക്കി അധികം ഭാരം ഉണ്ടാവില്ല. എനിക്ക് കിട്ടിയ അങ്ങനെ ചെടികളെല്ലാം തന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ തന്ന ചെടികളാണ്. ഞാൻ അധികം ചെടി വാങ്ങിക്കാറില്ല. ചെടി വാങ്ങിക്കണം എനിക്ക് എന്തോ ഇഷ്ടമല്ല. പക്ഷേ ചെടി എനിക്ക് കൊടുക്കണതും ഇഷ്ടമാണ്. ഞാൻ ആരെങ്കിലും നിന്നും ചോദിച്ച് വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടായി ഇപ്പോൾ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നട്ട് വെച്ചിട്ട് ഇത് ചെറിയ കുഞ്ഞ് പൂവുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിൽ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കിയാൽ സൂര്യൻ അസ്തമിച്ച് ചെടി നടലും കഴിഞ്ഞ്.